നഗരജീവിതത്തിന്റെ അരാജകത്വത്തിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്ന കോട്ടയം ജില്ലയുടെ ഹൃദയഭാഗത്ത് ഒരു വിചിത്രമായ കുഗ്രാമമുണ്ട്. അതിൽ ഇടർ വീഴുന്നവർക്ക് അത് പ്രദാനം ചെയ്യുന്നത് അനന്തമായ നെൽവയലുകൾക്കിടയിലെ ഗ്രാമീണ ജീവിതത്തിന്റെ ആശ്വാസകരമായ അനുഭവമാണ്. കായലുകളുടെ വൻതോതിലുള്ള കായലുകളും അന്തർലീനമായ പ്രകൃതി സൗന്ദര്യവും അവരുടെ ദിനചര്യയിൽ നിന്ന് പൂർണ്ണമായും വേർപെടുത്തി ഒരു കൂടിച്ചേരൽ തേടുന്ന വിനോദസഞ്ചാരികളെ പതുക്കെ ആകർഷിക്കുന്നു. മലരിക്കൽ എന്നത് കേരളത്തിലെ ജനങ്ങൾ പതുക്കെ സ്വയം ഉണരുന്ന ഒരു രത്നമാണ്. മലരിക്കൽ പിങ്ക് നിറത്തിലുള്ള ആശ്വാസകരമായ ഷെയ്ഡുകൾ കൊണ്ട് നിങ്ങളെ ആകർഷിക്കുന്നു. മൺസൂൺ മഴയുടെ അവസാനത്തിൽ ഭൂപ്രദേശത്തെ സ്വാഗതം ചെയ്യുന്നു. ഇത് സാധാരണയായി വർഷം തോറും സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് സംഭവിക്കുന്നത്. മനോഹരമായ പിങ്ക് നിറത്തിലുള്ള ഒരു പരവതാനി ഈ പ്രദേശത്തെ മുഴുവൻ വിസ്മയിപ്പിക്കുന്ന രൂപീകരണത്തിൽ പൊതിഞ്ഞിരിക്കുന്നു. അത് വെറും വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ പ്രയാസമാണ്. 600 ഏക്കറിലധികം സ്ഥലത്ത് അവർ വ്യാപിച്ചു കിടക്കുന്നു. ഈ പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം രാവിലെയും വൈകുന്നേരവുമാണ്. ഈ പ്രകൃതി വിസ്മയത്തിന്റെ വാക്കുകൾ പ്രചരിക്കുമ്പോൾ ഈ ദൃശ്യങ്ങൾ മാത്രം ഓരോ വർഷവും വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്നു. ഇതൊരു 50 കൊല്ലത്തിന് മേളിലായിട്ടുണ്ട്. 50 കൊല്ലം അല്ല, അതിനൊക്കെ മേളിലുണ്ട്. എന്റെയൊക്കെ അച്ഛൻ്റെ ഒക്കെ കാലം തൊട്ടേ ഉള്ളതായിരുന്നു. പക്ഷെ ഇത് ശരിക്കും 2018 ടിക്ടോക്ക് ഫേമസ് ആയി നിന്ന സമയത്ത് ഒരു കുട്ടി വന്ന് ടിക്ടോക്ക് ചെയ്ത് പിന്നെ ടൂറിസ്റ്റ് അത് ഏറ്റെടുത്തു. ഇങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. പിന്നീട് ഇതിനകത്ത് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയാ 1800 ഏക്കർ എന്ന് പറയുന്നില്ലേ, ഈ 1800 ഏക്കർ എന്ന് പറഞ്ഞാൽ ഈ കോട്ടയം ജില്ലയിലെ തന്നെ കുട്ടനാട്ടിലെ തന്നെ 1ാമത്തെ പാടവും ഏഷ്യയിലെ 2ാമത്തെ പാടമാണ്. ഏഷ്യയിലെ 1ാമത്തെ പാടം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ 24,000 കായൽ എന്ന് പറയുന്നൊരു പാടമാണ്. പിന്നെ ഇവിടെ ഈ മലരിക്കൽ എന്ന് പറഞ്ഞ പേര് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടൂരാറും മീനച്ചിലാറും കൂടെ സംയോജിക്കുന്ന ഒരു ഭാഗമുണ്ട് ഇവിടെ, നമ്മുടെ ഈ ടേണിങ്ങിലായിട്ട്. അപ്പം അവിടുത്തെ മലരികൾ ഇങ്ങനെ വന്ന് അതായത് ഈ രണ്ടും കൂടെ ഒഴുക്ക് നന്നായിട്ട് വന്നിട്ട് മലരികളാവും. നമ്മൾ ഈ കഴുക്കോൽ ഇങ്ങനെ ഇതുണ്ടോ, ഇതുണ്ടോ വെള്ളം ഇങ്ങനെ. അപ്പൊ ഇവിടുന്ന് വെള്ളം വന്ന് സംഗമിക്കുന്ന ഭാഗം, ആ സംഗമിക്കുന്ന ഭാഗത്തിൽ മലരികൾ ഉണ്ടായാണ് മലരിക്കൽ എന്ന് പേര്. അല്ലാതെ ഈ പൂവിന്റെ പേര് പിന്നെ അത് ഇങ്ങനെ അന്വർത്ഥം നിന്ന് പോകാതിരിക്കുന്നു. മലരിക്കലിലെ പൂത്തുലഞ്ഞ ആമ്പൽപ്പാടത്തിലേക്ക് ദിവസവും എത്തുന്നത് 1000-ലേറെ സഞ്ചാരികളാണ്. അവധി ദിവസങ്ങളിൽ ഇത് ഇരട്ടിയാകും. വേമ്പനാട് കായലിനോട് ചേർന്നുള്ള തിരുവാർപ്പ് പഞ്ചായത്തിലെ മലരിക്കൽ ജെ ബ്ലോക്ക്, തിരുവായ്ക്കരി പാടശേഖരങ്ങളിലായി ആമ്പൽ കാഴ്ച. മലരിക്കലിന്റെ തലവര മാറ്റിയതും ആമ്പലാണ്. കൊയ്ത്തു കഴിഞ്ഞ പാടത്തേക്ക് കായൽ വെള്ളം കയറ്റുന്നതോടെയാണ് ആമ്പൽ വസന്തം തുടങ്ങുന്നത്. കേരളം മുഴുവൻ മലരിക്കലേക്ക് നോട്ടമിട്ടപ്പോൾ 5 വർഷം മുമ്പ് ടൂറിസം കേന്ദ്രമായി. നീലക്കോഴി, താമരക്കോഴി, ചേരക്കോഴി, നീർക്കാക്ക തുടങ്ങിയവയും ഇവിടെ ധാരാളം കാണാം. സെപ്റ്റംബർ 10 വരെയാണ് മലരിക്കലെ ആമ്പൽ കാഴ്ച. അതിനുശേഷം കൃഷിക്കായി വെള്ളം വറ്റിക്കും. ആമ്പലിലൂടെ തദ്ദേശീയർക്ക് വരുമാനമെത്തിച്ചത് മീനച്ചിലാർ, മീനന്തറയാർ, കൊടൂരാർ നദി പുനർസംയോജന പദ്ധതിയാണ്. തിരുവാർപ്പ് പഞ്ചായത്തും DTPCയും ഒപ്പം ചേർന്നു. മലരിക്കൽ ടൂറിസം സൊസൈറ്റിയും രൂപീകരിച്ചു. സഞ്ചാരികളെ ആമ്പൽപ്പാടത്തെത്തിക്കുന്നത് തദ്ദേശീയരുടെ വള്ളങ്ങളിലാണ്. ആൽബം ഷൂട്ടിനും സേവ് ദ ഡേറ്റിനും മലരിക്കൽ പ്രിയ ഇടമായി. നാടൻ വിഭവങ്ങൾ ഒരുക്കിയ റെസ്റ്റോറൻറ്റും താമസിക്കാൻ ഹോം സ്റ്റേയുമെല്ലാം ഇവിടെയുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ ഉത്സവ മേളം തന്നെയാണ്.